അപ്പോൾ ഈ വർഷത്തെ ഓണം വീഡിയോസ് ഒന്ന് കാണാം. കായവറവ്, ശർക്കരപ്പേരി, 4 കൂട്ടം പായസമൊക്കെ ആയിട്ട് ഓണം ഇത്തവണ കലക്കി പൊളിച്ചു. ഒരേ സമയം അടുക്കളയിൽ കായ ചിപ്സ് ഉണ്ടാവുന്നു, ശർക്കരപ്പേരി ഉണ്ടാവുന്നു, പഴപ്രഥമനുള്ള പഴം വേവിക്കുന്നു, പാലട റെഡിയാക്കുന്നു, പാലടയ്ക്കുള്ള അട വെള്ളത്തിലിട്ട് വേവിക്കുന്നു. എല്ലാം ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മൊരിഞ്ഞ ചിപ്സ്, പരിപ്പ് പായസത്തിനുള്ള പരിപ്പ്, നല്ല ഉഷാറ് ശർക്കരപ്പേരി. ഇതിന് പല പല പേരുകളുണ്ട്, നമ്മൾ ശർക്കരപ്പേരി എന്ന് പറയും. തേങ്ങാപ്പാലിലേക്ക് പഴം വേവിച്ചരച്ചത് ഒഴിച്ച് കുറുക്കി ഉണ്ടാക്കുന്ന പഴപ്രഥമൻ. അതിൻ്റെ ആ ഒരു തിക്നെസ്സും ഭംഗിയും കളറൊക്കെ കണ്ടോ, ഉഗ്രൻ ടേസ്റ്റുമാണ്. അതിനിടയ്ക്ക് കുറച്ച് പൂ മേടിക്കാമെന്ന് വിചാരിച്ചു. നാളത്തേക്ക് ഒരു കവർ പൂ മേടിച്ചു. എന്നിട്ട് ഇക്കട വീട്ടിൽ പോയപ്പോഴോ നാളത്തെ നബിദിനത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് ഉപ്പ. ഇപ്പോൾ പായസത്തിലേക്കുള്ള തേങ്ങാക്കൊത്ത് വറക്കുന്നു, തേങ്ങാപ്പാൽ പിഴിയുന്നു. ഇത് തേങ്ങാപ്പാൽ പിഴിയുന്ന ഒരു ചെറിയ മെഷീനാട്ടോ. പിന്നെ പാലടയ്ക്കുള്ള പാൽ ഉരുളിയിലിട്ട് കുറുക്കി ഇനി അതൊരു മണിക്കൂറുകളോളം കുറുക്കി എടുക്കണം. അതിനിടയ്ക്ക് പരിപ്പ് പായസത്തിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഗ്യാസ് കുറ്റിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ അതിനെ വെള്ളത്തിലിറക്കി വെച്ചിട്ടുണ്ട്. അപ്പത്തിനെന്താ ഇവിടെ പഴപ്രഥമൻ റെഡിയായി. ഞാനൊന്ന് കുടിച്ചു നോക്കി. പരിപ്രഥമനിലേക്ക് ശർക്കര പൗത ചേർക്കുന്നു. ഇനി അതിൻ്റെ നിറം മാറി ഇതുപോലായി വരും. അതിനിടയ്ക്ക് പാലടയിലേക്കുള്ള അടക കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ കുറുകി നല്ല പരുവമായിട്ട് വരും. അങ്ങനെ പരിപ്പും പാലടയും പഞ്ചാര പായസവും പഴപ്രഥമനും എല്ലാം റെഡിയായി. ഇനി ഒരു പൂക്കളം ഇടാം. ഓണമായി പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. വേറെ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. അച്ഛനും അമ്മയും അപ്പുറത്ത് പായസത്തിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, അവിടെ തന്നെയാണ്. ഒരുവിധം പണികളൊക്കെ തീർത്തു. അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞു പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു. മാർക്കറ്റിൽ ഇന്നലെ പോയപ്പോൾ 50 രൂപേൻ്റെ ചെറിയൊരു കിറ്റ് കിട്ടി. അപ്പോൾ അതിൽ കുറച്ച് പൂക്കളുണ്ട്, അത് വെച്ചിട്ടൊരു ചെറിയ പൂക്കളായിട്ട്. പണ്ട് മുത്തശ്ശിയൊക്കെ ഉള്ളപ്പോൾ ഓണമൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു. മുത്തശ്ശിയൊക്കെ ഉള്ള കാലത്ത് ഓണത്തിന് നമ്മൾ തൃക്കാക്കരപ്പനയൊക്കെ ഉണ്ടാക്കും. ചെറുതായിട്ട് ചാണകമൊക്കെ മെഴുകി കുഞ്ഞൊരു പൂക്കളൊക്കെ ഇടും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് ഓണമൊന്നുമില്ല. കോവിഡ് വന്നു, മുത്തശ്ശിയൊക്കെ മരിച്ചു. അങ്ങനെ ഓരോ വർഷവും ഓരോ കാരണങ്ങളായിട്ട് ഓണമൊന്നുമില്ല. അതുകൊണ്ട് ഇത്തവണ ഓണം ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ട്. നാട്ടിലുണ്ട്, അതുകൊണ്ട് ചെറിയൊരു പൂക്കളം, അത്ര തന്നെ. വേറെ കാര്യമായിട്ട് സദ്യയൊന്നുമില്ല. പായസം വയ്ക്കുന്നതുകൊണ്ട് പായസവും. പൂക്കളത്തിൻ്റെ നടുക്ക് മുക്കുറ്റി വയ്ക്കണമെന്ന് മുത്തശ്ശി എപ്പോഴും പറയും. അതുകൊണ്ട് മുക്കുറ്റി ഇരിക്കട്ടെ. ഇടയ്ക്കുള്ള പണിത്തിരക്ക് കഴിഞ്ഞപ്പോൾ അമ്മയും വന്നു സഹായിക്കാൻ. ചില തിരക്ക് കാരണം മിക്കയ്ക്ക് എത്താൻ പറ്റില്ല. എന്തൊക്കെയാണെങ്കിലും ഓണം ഉഷാറായി. അപ്പോൾ ഈ വർഷത്തെ ഓണം ഇവിടെ കഴിഞ്ഞതായിട്ട് അറിയിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.